ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭദ്രനും മോഹൻലാലും ചേർന്നൊരു പുതിയ സിനിമയ്ക്ക് തുടക്കമിടാൻ പോവുകയാണ്. 2 വർഷമെടുത്ത് ഭദ്രൻ തിരക്കഥ പൂർത്തിയാക്കി. ഈ തിരക്കഥ വായിച്ചു കേൾക്കാൻ ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ പാലയിലുള്ള ഭദ്രൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം ഞാൻ പാലയിലെത്തിയത്. വേറൊരു ആവശ്യത്തിനാണ് ഞങ്ങൾ പോയത്. എൻ്റെ കൂടെ ഭദ്രൻ്റെ ശിഷ്യനായ രഞ്ജിത്ത് ലാൽ ഉണ്ടായിരുന്നു. വരും വഴി ഞങ്ങൾ ഭദ്രൻ്റെ വീട്ടിൽ കയറി. ഭദ്രൻ്റെ വീടിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സ്ഥലമാണ്, മനോഹരമായൊരു വീടാണ്. അത് ഭദ്രൻ്റെ സിനിമ പോലെ തന്നെയാണ്, വ്യത്യസ്തമാണെന്നുള്ളതാണത്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭദ്രനും ഭദ്രൻ്റെ സഹായിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പുതിയ മോഹൻലാലിൻ്റെ സിനിമയുടെ തിരക്കഥയാണത്. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഞങ്ങൾ മാറ്റി എഴുതി. ഞാൻ ചുരുങ്ങിയതൊരു 5-8 പ്രാവശ്യമെങ്കിലും മാറ്റി എഴുതാറുണ്ട്. ഒരു മിനിമം 2 വർഷമെങ്കിലും എടുത്ത് ഞാൻ തിരക്കഥ എഴുതും, അല്ലാതെ ഞാൻ ചെയ്യാറില്ല. ഞാൻ എൻ്റെ സിനിമകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊന്നുമല്ല, വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമായിരിക്കും സിനിമ ചെയ്യുക. എടുക്കുന്ന സിനിമ കുറേ ബെറ്റർ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ വന്നു പോകുന്നത് എന്താ, നിങ്ങളിൽ വിശ്വാസമില്ലായ്മ കൊണ്ടാണോ, അതോ മുമ്പ് വഴക്കൂടിയ പോലെ വഴക്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിട്ട്. അതങ്ങനെയല്ല, മോഹൻലാൽ ഷൂട്ടിങ്ങിടെ വരുമ്പോൾ ഞാൻ വിളിക്കും, മോഹൻലാൽ വരും, എഴുതിയത് വായിച്ച് കേൾപ്പിക്കും, ഓക്കെ പറയും, സജഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയും, അതാണത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമാ രംഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യങ്ങളോ ശത്രുതയോ പിണക്കങ്ങളോ ഒന്നുമില്ല. കാര്യങ്ങൾ നേരെ ചൊവ്വേ തുറന്ന് പറയുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഭദ്രൻ, അത് ശരിയല്ലല്ലോ. നിങ്ങൾ തമ്മിലുണ്ടായത് വെറുതെ ഒരു സൗന്ദര്യ പിണക്കം മാത്രമല്ലല്ലോ. സ്ഫടികത്തിന് ശേഷം അതുപോലൊരു സിനിമ ചെയ്യാനാണ് പലരും ആഗ്രഹിച്ചത്, പലരും പറഞ്ഞത്. അപ്പോൾ എടുത്ത വഴിക്ക് ഭദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, സ്ഫടികം ഒന്നേ ഉള്ളൂ. എൻ്റെ സിനിമ എനിക്ക് ഒരു പ്രാവശ്യമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, രണ്ടാമതും ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, അവർക്ക് പല പ്രത്യേകത ഉണ്ടായിരിക്കാം. സ്ഫടികം അതോടെ തീർന്നു. സ്ഫടികത്തിന് 2ാം ഭാഗവുമില്ല, 3ാം ഭാഗവുമില്ല, വേറൊരു ഭാഗമില്ല എന്നുള്ളതാണത്. അപ്പോൾ പിന്നെ തെറ്റാൻ കാരണം എന്താണ്? നിങ്ങൾ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റിയത്. അപ്പോൾ ആ ഭദ്രം തെറ്റിയതല്ല. ഒളിമ്പ്യൻ അന്തോണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിമ്പ്യൻ അന്തോണി കഴിഞ്ഞ് അപ്പോൾ അതിനിടയിൽ തന്നെ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഇരുവർക്കും ഇടയിലുണ്ടായി. അത് എന്താണെന്ന് 2 പേരും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. അത് അവരുടേതായ പ്രശ്നങ്ങളാണത്. അപ്പോൾ ആ പടം കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്യായിരിക്കും സ്വർണം എന്ന പേരിലുള്ളൊരു സിനിമയാണ്. അതൊരു വളരെ വ്യത്യസ്തമായ, അതായത് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ ആദ്യം പൂർത്തിയാക്കി. പക്ഷേ അതിൽ ലാല് അഭിനയിച്ചില്ല. അഭിനയിക്കാതായപ്പോൾ അപ്പോൾ ആ പിണക്കം തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി ഭദ്രന്. അത് തീരുമ്പോൾ തീരട്ടെ, അത്ര വലിയ തെറ്റൊന്നും 2 കൂട്ടരും ചെയ്തിട്ടില്ല അവർക്കിടയിൽ. അപ്പോൾ ആ ഒരു വന്നപ്പോൾ, വേറൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ ഭദ്രൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ വേറെ പടം ചെയ്യാം. അപ്പോഴാണ് ദിലീപിനെ നായകനാക്കി ഒരു സിനിമ ഭദ്രൻ പ്ലാൻ ചെയ്തെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ദിലീപിനെ നായകനാക്കി സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. പലരും പറഞ്ഞു, മോഹൻലാലിൽ നിന്നാണ് നിങ്ങൾ ദിലീപിലേക്ക് പോകുന്നത്, അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ആലോചിച്ച് ചെയ്താൽ മതി. ലാലിനെ ഒരു പ്രാവശ്യം കൂടി കാണൂ, ലാലിനെ കണ്ടിട്ട് ആലോചിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണത്. അപ്പോൾ ലാലിൻ്റെ ഡേറ്റ് കിട്ടും, ലാൽ വരുമ്പോൾ വരട്ടെ. അപ്പോൾ ഇതിനിടയിൽ വ്യത്യസ്തമായ സിനിമ. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ദിലീപ് നായകനായി 8 അടി ജോർജ് സിനിമയുടെ പേരിട്ടു. പാലയിൽ കത്തീഡ്രൽ പള്ളിയിൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചു. വാർത്തകളൊക്കെ വന്നു, വേറെ വ്യത്യസ്തമായൊരു സിനിമയാണ്. അപ്പോൾ പലരും ചോദിച്ചു, ഭദ്രൻ്റെ ഈ സിനിമ ഭദ്രൻ്റെ ടേസ്റ്റിനനുസരിച്ച് ദിലീപിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊരു ചോദ്യം പല ഭാഗത്തുണ്ട്. ശരിയാണ്, ദിലീപിൻ്റെ അഭിനയം വേറൊരു സ്റ്റൈലാണെന്ന് ആലോചിക്കണം. അവിടേക്ക് ഭദ്രൻ എങ്ങനെ കൊണ്ടുവരും, ഭദ്രൻ്റെ രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുവരും, അതല്ലെങ്കിൽ ഭദ്രൻ ദിലീപിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോകണ്ടേ? അതെന്തായാലും ഭദ്രൻ ചെയ്യില്ല. കാരണം ഭദ്രൻ ഫിലിം ബൈ ഭദ്രൻ എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. നല്ല നല്ല പടങ്ങൾ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും സ്ഫടികത്തിന് ശേഷമല്ലേ വളരെ പോപ്പുലറായിട്ട് പലരും ഭദ്രൻ്റെ പേര് അറിയപ്പെട്ടത്. അപ്പോൾ സ്ഫടികത്തിനേക്കാൾ നല്ല മനോഹരമായ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അത് ചില സിനിമകളുടെ സ്ഥിതി അങ്ങനെയാണത്. അപ്പോൾ ഈ കത്തീഡ്രലിൽ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും ആ ഷൂട്ടിംഗ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായി.
ആ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ആ പടം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് ആകെ പ്രശ്നമായി. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞു, മോഹൻലാൽ ഈ പിണങ്ങി നിൽക്കുന്നതുകൊണ്ട് വേറെ പടം ചെയ്തു, അതും മുടങ്ങിപ്പോകുന്നു ഷൂട്ട് തുടങ്ങിയിട്ട്. എന്നാലും ഭദ്രൻ പറഞ്ഞു വേറെ കൂടി. അപ്പോൾ പൃഥ്വിരാജിന് വെച്ചൊരു പടം ചെയ്യാൻ ആലോചിച്ചു. പൃഥ്വിരാജ് നവ്യ നായർ ജോഡിയായിട്ട് വെള്ളിത്തിര എന്നുള്ളൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? പടം വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പടം ഭദ്രനെ സംബന്ധിച്ച് അത് പേരുദോഷം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കുറേ കാലം ഭദ്രനിൽ 2 വർഷം മിനിമം തിരക്കഥയ്ക്ക് എടുക്കും. അങ്ങനെ ഇരിക്കെ ഈ 2 പേരുടെയും മഞ്ഞുരുകി. ശരിക്കും 2 പേർക്കും ഒരു പടം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി. അവർക്കും ആഗ്രഹമുണ്ടായി, അവരെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായി. അങ്ങനെയാണ് ഒരു മൂന്നാവസരം ഉണ്ടായില്ല, നേരെ ചെവി 2 പേരും കണ്ടുമുട്ടി. അപ്പോൾ ഭദ്രൻ പറഞ്ഞു നമുക്ക് ഒരു ചെയ്യാമല്ലേ പുതിയത്. അപ്പോൾ മോഹൻലാൽ പറയുമ്പോൾ നമ്മുടെ പഴയ സാധനമില്ലേ, നമ്മുടെ സ്വർണ്ണമില്ലേ, ആ സ്വർണം നിങ്ങൾ വേറെ ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് ആ സ്വർണം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സന്തോഷമായി. കാരണം അത് സ്വർണത്തെക്കുറിച്ച്, സ്വർണത്തിൻ്റെ പേരിലാണ് ചെയ്യാതെ പോയിട്ടുള്ളത്. പക്ഷെ ആ സ്വർണം തന്നെ ചെയ്തുകൊണ്ട് വീണ്ടും പടങ്ങൾ തുടങ്ങി വെക്കണം എന്നുള്ള മോഹൻലാലിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ ഭദ്രനും സന്തോഷമായി. അങ്ങനെ ആ തിരക്കഥ ഒന്നുകൂടി ശരിയാക്കിയെടുത്തപ്പോൾ മുമ്പത്തേക്കാൾ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ മാത്രമല്ല അതിൽ നോക്കിയപ്പോൾ ലാലിന് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ അതിലുള്ളത് മനസ്സിലായി. അച്ഛനും മകനുമാണെന്ന് ആലോചിക്കണം, 2 റോളായി വന്നു. അപ്പോൾ മോഹൻലാലിനെ ഡബിൾ റോളിൽ അഭിനയിക്കാൻ പറ്റൂ. അതായത് ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ 76 വയസ്സുള്ളതാണ് അച്ഛൻ, രണ്ടാമത്തെ മകനായിട്ടും മോഹൻലാലിൻ്റെ കഥാപാത്രമാണ്. അപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി. അത് മോഹൻലാലിനെ സംബന്ധിച്ചും വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അതൊരു വെറൈറ്റി സംഭവമാണ്, റോളിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമാണ്. ആ കഥാപാത്ര ശക്തി എങ്ങനെയാണ്, കാരണം നമ്മൾ അതിൽ കാണുന്നത് ലാലിൻ്റെ ഒരു പ്രത്യേക സംഭവമാണെന്ന് ആലോചിക്കണം. പണം കാണുമ്പോഴാണ് ആ കഥാപാത്രം ശരിക്കും ചിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെയുള്ള 75 വയസ്സുള്ള ഒരു കഥാപാത്രത്തെയാണ് അതിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ എല്ലാം ഓക്കെ ആയി, അതിൻ്റെ പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് തുടങ്ങി വെച്ചു. അതിന് സ്വർണമെന്ന പേര് അവരിട്ടില്ല, ഇത് സ്വർണ്ണമല്ല. അങ്ങനെയാണ് അത് വേറൊരു പേരിലാണ് വന്നത്, ഉടയോൻ. കണ്ടിട്ടില്ലേ? ഉടയോൻ ശരിക്കും സ്ഫടികത്തിൻ്റെ 2ാം ഭാഗമാണെന്ന് പറഞ്ഞവരുണ്ടല്ല, സ്ഫടികത്തിനേക്കാൾ മനോഹരമായിരിക്കുന്നു പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിൽ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശക്തമായിരുന്നു. അതൊരു 2 അഭിപ്രായം ആ സിനിമയെക്കുറിച്ച് വന്നു. ലാൽ ഗംഭീരമായിട്ട് ചെയ്തു, സംവിധാനം ചെയ്തു. പക്ഷേ സ്ഫടികത്തിൻ്റെ അത്ര ഗ്രിപ്പ് ആ സിനിമയ്ക്ക് കിട്ടിയില്ല എന്നൊരു പ്രചരണം വന്നു. അതുപോട്ടെ, പടം നല്ല പടമാണല്ലോ. അതിനുശേഷം വീണ്ടും അവരപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭദ്രൻ പിന്നീട് അതിൻ്റെ ഒരു പുറകെ തന്നെയായിരുന്നു. ഭദ്രൻ ഇങ്ങനെ വർഷങ്ങളോ എത്ര കാര്യം ചെയ്യാം. അതുകൊണ്ട് അങ്ങനെയാണ് ഈ പുതിയൊരു സിനിമ, മോഹൻലാൽ ഭദ്രനുള്ള പുതിയ സിനിമയുടെ തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞു. ലാൽ പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ ഡേറ്റ്, കാത്തിരിക്കണ്ട. അപ്പോൾ എന്തായാലും ഭദ്രൻ്റെ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ ഷൂട്ടിംഗ് തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും റെഡി. മോഹൻലാൽ റെഡിയാണെങ്കിൽ ഞാൻ റെഡി, ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞു, പണത്തിൻ്റെ പ്രശ്നങ്ങളില്ല, എല്ലാം ഓക്കെയാണ്. അത് പറഞ്ഞില്ലേ, ഇനി താലി കെട്ടുകയേ വേണ്ടൂ എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥയാണത്. ഷൂട്ടിംഗ് തുടങ്ങുക, അത് എന്ന് വേണം, എപ്പോൾ വേണം, എവിടെ വെച്ചായിരിക്കണം, അങ്ങനെ വ്യത്യസ്ത ലൊക്കേഷനൊക്കെ ഉള്ള പടമാണ്. ശരിക്കും ഇച്ചിരി കോസ്റ്റ് കൂടിയ പടമാണത്. അത് ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ആരംഭിക്കും. പോരാൻ നേരത്ത് ഭദ്രൻ ഓർമ്മിച്ചു, ഇല്ലാത്തതൊന്നും പറഞ്ഞേക്കരുത്, ഇതിലെല്ലാ രംഗത്തും ഒരു സൗന്ദര്യ പിണക്കമുണ്ട്, നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് മോഹൻലാൽ ഭദ്രൻ്റെ വെറൈറ്റി വേറൊരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.